Hi guys, it's me, Rahul Mullukkad. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി നമ്മൾ കേട്ടു. നമ്മളിപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി നമുക്കുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ബോധവാന്മാർ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുക ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. നമ്മൾ ഇന്ന് കൂടുതലായിട്ടൊന്നും പഠിക്കുന്നില്ല. ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തായിരുന്നു? സമത്വത്തിനുള്ള അവകാശം. ഈ ഫണ്ടമെന്റൽ റൈറ്റ് കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ, അതായത് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾ, വെറും 4 ആർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, കൈകാര്യം ചെയ്യുന്നുള്ളൂ. നോക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ 14. ഫസ്റ്റ് 14ാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാ പേരും സമന്മാരെന്നാണ് 14 ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാ പേരും തുല്യം. എന്താണ് അത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നീ ഇപ്പൊ പണക്കാരനാണെന്നോ പാവപ്പെട്ടവനാണെന്നോ ജാതിയിൽ ഉയർന്നവനാണെന്നോ ജാതിയിൽ താഴ്ന്നവനാണെന്നോ ഒന്നുമില്ല. നിയമത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ അവരെല്ലാ പേരും തുല്യം, അതായത് അവർക്ക് തുല്യ നീതി നൽകപ്പെടും അല്ലെങ്കിൽ തുല്യ ശിക്ഷ നൽകപ്പെടും എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14. ഇനി നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലോട്ട് പോവാം. എന്താണ് ആർട്ടിക്കിൾ 15 പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? മതം, ജാതി, വർഗം, ലിംഗം, ഇനി ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് ജനിച്ചു എന്നത് കണക്കാക്കി പൗരന്മാരോട് യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 15. അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് കരുതി ഒരു പ്രയോറിറ്റിയും നമ്മുടെ നിയമത്തിന് മുന്നിൽ ലഭിക്കുന്നില്ല. ഇനി അടുത്ത് ജാതിയിൽ ഉയർന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും പ്രയോറിറ്റി കൂടുതലായിട്ട് കിട്ടുന്നില്ല. അവരെല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. പക്ഷെ ഇതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? കുട്ടികൾക്കും സ്ത്രീകൾക്കും നമ്മൾ പ്രത്യേക പരിഗണനകൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 15 എല്ലാവരും സമന്മാരാണ്, മതം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ വിവേചനവും പൗരന്മാരോട് പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അതിൽ ചെറിയ എക്സെപ്ഷൻ ആണ്, നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ചെറിയ പരിഗണന പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇനി ആർട്ടിക്കിൾ 16 എന്താണ്? ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് നമ്മൾ ഉദ്യോഗാർത്ഥികൾ എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഒരുപക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ പലപ്പോഴും മറക്കുന്ന ആർട്ടിക്കിളുമാണ്. ആർട്ടിക്കിൾ 16 പറയുന്നത് അവസര സമത്വം. ആർട്ടിക്കിൾ 16 എന്താണ്? അവസര സമത്വം. എന്താണ് ഈ അവസര സമത്വം അർത്ഥമാക്കുന്നത്? നമ്മുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ ഈ ഉദ്യോഗസ്ഥരെ എങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ? പബ്ലിക് സർവീസ് കമ്മീഷൻ, നമ്മുടെ PSC ഇല്ലേ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി മെറിറ്റ് അടിസ്ഥാനത്തിൽ വേണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16, അവസര സമത്വം. അപ്പോ അവസര സമത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി മെറിറ്റ് അടിസ്ഥാനത്തിലാവണം ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യാനുള്ളത്, നിയോഗിക്കാനുള്ളത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 16, അവസര സമത്വം. ഇനി നമുക്ക് 17 നോക്കാം. ആർട്ടിക്കിൾ 17 എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അപ്പൊ ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പണ്ട് കാലത്ത് അറിയാലോ, നമുക്ക് താഴ്ന്ന ജാതിക്കാർക്ക് റോഡേ കൂടെ നടക്കാൻ പാടില്ല, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല, പള്ളികളിൽ കയറാൻ പാടില്ല, പിന്നെ ഉയർന്ന ജാതിക്കാരന്റെ മുന്നിൽ പോകാൻ പാടില്ല. ഇതിന് ഒരുപാട് അയിത്തം നമ്മുടെ നാട്ടില് വാണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഈ ആർട്ടിക്കിൾ 17 സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റ് കാലാകാലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ആർട്ടിക്കിൾ 17 സംരക്ഷിക്കുന്നതിന്, അതായത് അയിത്തവും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമം ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ 1976 ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ പരിഷ്കരണങ്ങൾ വരുത്തുന്നുണ്ട്. ഏത് വർഷം? 1976, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്. അപ്പൊ ഈ നിയമം അനുസരിച്ച് ഈ അയിത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ വച്ച് പുലർത്തുകയാണെങ്കിൽ 2 വർഷം വരെ തടവ് ലഭിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ഇനി PSC എപ്പോഴും ചോദിക്കുക, ആർട്ടിക്കിൾ 17 കുറിച്ച് ചോദിക്കുക എങ്ങനെയാണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടുകൂടി പാർലമെന്റ് പാസ്സാക്കിയ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏത് എന്നായിരിക്കും PSC എപ്പോഴും ചോദിക്കുക. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പറയുന്നത് തൊട്ടുകൂടായ്മ,
അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ നിയമനിർമ്മാണ സഭ പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഇനി ആർട്ടിക്കിൾ 18 എന്താണെന്ന് നോക്കാം. പദവി നാമങ്ങൾ നിരോധിക്കും. പദവി നാമങ്ങൾ ഇപ്പോ എന്തെങ്കിലും ഒരു പൊസിഷൻ ഉള്ള വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള പൊസിഷൻ, ആ പൊസിഷൻ നമ്മുടെ പേരിനോടൊപ്പം ചേർത്ത് എപ്പോഴും ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അതായത് പദവി നാമങ്ങൾ എന്ന് പറയുമ്പോൾ ഡോക്ടർ വരാം, പിന്നെ മിലിറ്ററിയിൽ ലഫ്റ്റനന്റ് ജനറൽ, ഇങ്ങനെയുള്ള പദവി നാമങ്ങൾ, പിന്നെ അങ്ങനെയുള്ള പദവി നാമങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. പക്ഷേ എക്സെപ്ഷൻ കൊടുക്കുന്ന 2 കാറ്റഗറി ഉണ്ട്. അതാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഡോക്ടർ. ഈ പദവി നമ്മൾ അക്കാഡമിക് ലെവലിൽ നേടിയെടുക്കുന്ന ഇങ്ങനെയുള്ള പദവികൾ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ട് നടക്കാം. പിന്നെ മിലിറ്ററി ലെവലില് നമ്മുടെ മിലിറ്ററി ലെവലിൽ നമുക്ക് ലഭിക്കുന്ന പദവിയുടെ നാമങ്ങളും നമ്മുടെ പേരിനൊപ്പം ചേർത്ത് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. ഈ 2 കാര്യങ്ങൾക്ക് മാത്രമേ എക്സെപ്ഷൻ കൊടുക്കുന്നു. ആർട്ടിക്കിൾ 18 എന്താണ്? പദവി നാമങ്ങൾ നിരോധിക്കുന്നു. പക്ഷെ എക്സെപ്ഷൻ ഉള്ള കാറ്റഗറി ഏതാണ്? അക്കാഡമിക് മിലിറ്ററി ലെവലിൽ നമുക്ക് കിട്ടുന്ന പദവി നാമങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇത്രയുമാണ് സമത്വത്തിനുള്ള അവകാശം കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ. ഒരിക്കൽ കൂടെ നോക്കാം, ഒന്നുകൂടെ വേഗത്തിൽ ഒട്ടിച്ച് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാ പേരും സമന്മാർ. ഇനി ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൗരന്മാരോട് യാതൊരു തര വേർതിരിവും പാടില്ല. ആർട്ടിക്കിൾ 16 എന്താണ് പറയുന്നത്? അവസര സമത്വം. ഇനി ആർട്ടിക്കിൾ 17 എന്താണ് പറയുന്നത്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 18 എന്താണ് പറയുന്നത്? പദവി നാമങ്ങൾ നിരോധിക്കുന്നു, അബോളിഷ് ചെയ്യുന്നു, അക്കാഡമിക്, മിലിറ്ററി എന്നിവ ഒഴികെ. അപ്പോ ഇത്രയുമാണ് സമത്വത്തിനുള്ള അവകാശത്തിനകത്ത് വരുന്ന ആർട്ടിക്കിൾസ്. അപ്പോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കട്ട് പറയും.